ശ്രീ സേനാപതി വേണു, പാകിസ്ഥാൻ തന്നെ ഇത്തരത്തിലുള്ള സമ്മതിക്കലൊക്കെ നടത്തിക്കൊണ്ട് ഭീകരതയ്ക്ക് ഞങ്ങൾ കൂട്ടാണ് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അറിഞ്ഞുകൊണ്ടല്ലാതെ സമ്മതിക്കുമ്പോൾ, കാരണം പാകിസ്ഥാനെ തള്ളിപ്പറയാൻ പറ്റുകയില്ല ഇത്തരം സംഘടനകളെ, ആ സമയത്തും ഈ കോൺഗ്രസിനെ പോലെയുള്ളവരുടെയൊക്കെ ട്വീറ്റുകളും പ്രസ്താവനകളും ഒക്കെയാണ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ ആയുധമാക്കുന്നത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ സർക്കാരും ആയുധമാക്കുന്നത്. ഇന്ത്യയിൽ ഒറ്റക്കെട്ടായ അല്ല പാകിസ്ഥാനെതിരെയുള്ള ഈ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതാണ് ശ്രീ ഉല്ലാസ് ബാബു ഇവിടെ പറഞ്ഞത്. ശ്രീ സേനാപതി വേണു ഇപ്പോൾ ട്വീറ്റ് പിൻവലിച്ചു, മോദിക്കെതിരായ ട്വീറ്റ്. പക്ഷേ അത് ഇത്രയും പരസ്യമാക്കിയതിന് ശേഷം പിൻവലിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളതെന്നാണ്. അല്ല, അത് മോദിക്കെതിരെയുള്ള ട്വീറ്റോ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയുള്ള ട്വീറ്റോ ഇതൊന്നുമല്ല. അത് പ്രത്യേക സാഹചര്യത്തിൽ, കാരണം സർവകക്ഷി യോഗം ചേരേണ്ട ഒരു സമയത്ത് അദ്ദേഹം ബീഹാറിലേക്ക് ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗിന്റെ ഭാഗമായി പോയി എന്നൊരു കാര്യത്തെ വിമർശിച്ചു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ഫറൂഖ് അബ്ദുള്ള തന്നെ അതിനുള്ള മറുപടിയും നൽകുകയുണ്ടായി. അത് കോൺഗ്രസിനുള്ള മറുപടിയാണ്, മോദി ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ഞാൻ പറഞ്ഞത് ആ ചിത്രമോ പ്രസ്താവനയോ അനുചിതമായി എന്ന് കണ്ടതോടുകൂടി അത് പിൻവലിക്കുകയും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണകളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കുകയും ചെയ്തു. ഇനി പാകിസ്ഥാനിൽ നടക്കുന്ന പ്രചരണങ്ങൾ നമുക്കറിയാം. ഈ അവരുടെ ഒരു പ്രചരണം എന്താ, 10, 50, 100 ആളുകൾ AK-47 തോക്കുമായിട്ട് കയറി കഴിഞ്ഞാൽ കശ്മീർ പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ഇപ്പോഴും അവിടുത്തെ ആളുകളോട് പറയുകയും അത് വിശ്വസിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നവരുടെ ഒരു നാട്ടിൽ അവരേതൊക്കെ പ്രചരണം നടത്തട്ടെ, ആ പ്രചരണങ്ങളൊന്നും അതൊന്നും എന്താ പറഞ്ഞേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാടിനെ ബാധിക്കാൻ തക്ക രീതിയിലുള്ള ഒരു കാര്യവുമല്ല. ഇപ്പൊ അവിടുത്തെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങ് സൂചിപ്പിച്ചു. ഈ TRF എന്ന് പറയുന്ന സംഘടന അവിടുത്തെ ലഷ്കർ എ തോബ അവർ മാത്രമല്ലേ കശ്മീരിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈവൻ ഹൂറിയത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, JKLF, ഇവർക്കെല്ലാം ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്കെല്ലാം കാലാകാലങ്ങളിൽ ഇവർ പണം കൊടുക്കുകയും അവർ ഈ വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ, ഇപ്പൊ മേജർ രവി സാറിനെ പോലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നു, വളരെ കൃത്യമായിട്ട് മിലിറ്ററിയുടെ ഇന്റലിജൻസ് ഇതെല്ലാം കണ്ടെത്തുകയും ആ കാര്യങ്ങളെയൊക്കെ, അതുകൊണ്ടാണല്ലോ കാലാകാലങ്ങളിൽ ഇവർക്കൊക്കെ എതിരെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടണം. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു ബലൂചിസ്ഥാനിലേക്കുള്ള എന്താ പറയുക, പെഷവാറിൽ നിന്ന് കൊറ്റായിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ്, അത് ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ അവരെന്തുമായിക്കൊള്ളട്ടെ ഒരു ട്രെയിനൊക്കെ പരസ്യമായിട്ട് തടഞ്ഞു നിർത്തി ഡസൻ കണക്കിനോ അല്ലെങ്കിൽ 100-ലധികം ആളുകളെയോ പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലുന്ന ഒരു നാട്ടിൽ, ആ നാട്ടിൽ അവര് ഇത്തരം പ്രസ്താവനകളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിനെല്ലാം അവർ ന്യായീകരിക്കുകയും ചെയ്യുന്നു. പണ്ട് നമ്മൾ കണ്ടതാണ്, പെഷവാറിൽ ഒരു സ്കൂളിൽ കയറി 176 വിദ്യാർത്ഥികളെ, അതിലൊരു കുട്ടി ആ ഷൂസ് ധരിച്ചിരിക്കുന്ന ഒരു ഭീകരന്റെ കാലിൽ വീഴുമ്പോൾ അതിന്റെ മുതുകത്തേക്ക് വെടിവെക്കുന്ന ചിത്രം ലോകത്ത് വന്നു. അത് ഭീകരരാണ്, അതൊരു ഭീകര രാഷ്ട്രമാണ്. ആ ഭീകരതയിൽ അവർ പ്രവർത്തിക്കുന്നു. ആ ഭീകരർക്ക് എന്താ പറഞ്ഞേ ആ നുണ ആ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും നടത്തും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുരക്ഷയിലുണ്ടായ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെ എന്താ പറഞ്ഞേ ഇത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നോ ആ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ, അതും കോൺഗ്രസ് പോലെ ഒരു പാർട്ടി. ഇവിടെ ഇപ്പൊ ഉല്ലാസ് ബാബു പ്രസംഗിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞേ ശക്തമായ നേതൃത്വം. ഉല്ലാസ് ബാബു ശക്തമായ നേതൃത്വം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് വളരെ അടുത്ത് തന്നെയായിരുന്നല്ലോ 48-ൽ ഇവരാദ്യത്തെ യുദ്ധം നടത്തിയത്. അപ്പോഴും ഇവരെ നമ്മൾ തുരത്തി. 65-ൽ നമ്മൾ അത്ര വലിയ സൈനിക ശക്തിയൊന്നുമല്ല, പക്ഷേ അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു വാക്കുണ്ട്, എന്താണ്, ഹത്യാർ കാ ജവാബ് ഹത്യാർ ദേഗ, ആയുധത്തിന്റെ മറുപടി ആയുധം കൊടുക്കും. അന്നും രാഷ്ട്രീയ നേതൃത്വം, ഇന്ത്യയുടെ നേതൃത്വം എന്താ പറഞ്ഞ ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതൃത്വമായിരുന്നു. ഈ 72-ൽ ഇന്ദിരാഗാന്ധി, 71-ൽ ഇന്ദിരാഗാന്ധിയുടെ പ്രസ്താവന നമ്മൾ കേട്ടില്ലേ, 7ാം കപ്പൽപ്പട വരുന്നു. ഇന്ദിരാഗാന്ധി പറഞ്ഞു 7 അല്ലേ 8 വന്നോട്ടെ, എന്റെ സമുദ്രാതിർത്തി ക്രോസ് ചെയ്താൽ പിന്നെ തിരിച്ചു പോകില്ല. അത് എല്ലാ കാലഘട്ടത്തിലും. ഇനിയിപ്പോ 99-ൽ വാജ്പേയിയുടെ പാർലമെന്റിലെ പ്രസംഗം, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്, പക്ഷേ ഞങ്ങളുടെ എന്താ പറഞ്ഞ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഓപ്പൺ വാറിലേക്ക് പോകുന്നു, അതല്ലേ അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചു. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യക്ക് നേതൃത്വം കൊടുത്ത ഭരണാധികാരികൾ അവരൊക്കെ ശക്തരായിരുന്നു. അവർ ശക്തരായിരുന്നത് കൊണ്ടാണ് ഈ രാജ്യം ഇന്നത്തെ രൂപത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് 2024 ഭരിക്കുന്ന ആൾ മാത്രം ശക്തനും ബാക്കി അതിനു മുമ്പ് ഭരിച്ച ആളുകളെല്ലാം ദുർബലരും ആണ് എന്നുള്ള ഒരു വാദഗതി, അങ്ങനെ ഒരു വാദഗതിയുമില്ല. എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ അവർ ശക്തരും അവർ ഉചിതമായ തീരുമാനങ്ങളും എടുത്തിരുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ലോകത്തെ ഒരു വൻ ശക്തിയായി മാറിയിരിക്കുന്നത്.
ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അഖണ്ഡതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. അവിടെ 4 തീവ്രവാദി വന്നു എന്നുള്ളതല്ല, ആ തീവ്രവാദികളെ 4 പേരെ സ്പോൺസർ ചെയ്യാൻ ഇപ്പോ മേജർ രവീന്ദ്ര സാർ ഇവിടെ സൂചിപ്പിക്കുന്നു, നമ്മുടെ അതിർത്തി മുഴുവൻ ഇവരുടെ ലോഞ്ചിങ് പാഡുകളിൽ ഈ ഭീകരർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് സമയാസമയങ്ങൾ, പ്രത്യേകിച്ച് മഞ്ഞ് വീഴുന്ന സമയത്ത് ഇവർ ഫയറിംഗ് നടത്തുന്നു, കീഴെ കൂടെ ആളുകളെ കയറ്റി വിടുന്നു. അങ്ങനെ കയറി വന്ന ആളുകളാണ് ഇവർ. അപ്പോ അവിടെ കലാപം ഉണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി നിരന്തരമായി അവരുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തെ ഏതെങ്കിലും രീതിയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവർ ചിലപ്പം 100 അറ്റംപ്റ്റിലായിരിക്കും ഒരിടത്ത് കൊലപാതകം നടത്താൻ കഴിയുന്നത്. പക്ഷെ ആ കൊലപാതകം നടത്താൻ അവർക്ക് കഴിഞ്ഞത് അവിടെ നമുക്ക് മതിയായ സുരക്ഷാ സംവിധാനം ഇല്ലാതെ പോയതുകൊണ്ട്. കാരണം ഞാൻ മുമ്പും പറഞ്ഞതാണ്, മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത ഒരു പ്രദേശത്ത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്നിടത്ത് ഒരു 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ തോക്കുമായിട്ട് നിൽക്കാതെ വന്നതിന്റെ ഒരു പോരായ്മ, അത് ആ പോരായ്മ ഇപ്പൊ രാജ്യം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ദേശവിരുദ്ധതയെന്നോ രാജ്യവിരുദ്ധതയോ എന്ന് പറയുന്നത് അതൊട്ടും ഗുണകരമായ ഒരു കാര്യമല്ല. പക്ഷേ കോൺഗ്രസിന്റെ വിമർശനം അതിര് കടന്നുവെന്ന് സ്വയം മനസ്സിലാക്കിയിട്ടാണല്ലോ ആ ട്വീറ്റൊക്കെ പിൻവലിച്ചത്, അല്ലേ? സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ പറഞ്ഞല്ലോ, അത് വിമർശിക്കുന്ന ഘട്ടമാകുമ്പോൾ ഞങ്ങൾ വിമർശിക്കാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചു നിൽക്കുക, ശത്രുവിനെതിരെ പോരാടുക എന്നൊരു ഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിമർശിക്കും. നമുക്ക് കുറ്റങ്ങൾ ഉണ്ടാകാം, കുറവുകൾ ഉണ്ടാകാം, അത് പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടമല്ല. ആ ഘട്ടം നമുക്ക് വരട്ടെ, ആ ഘട്ടം നമ്മൾ പ്രകടിപ്പിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചു നിൽക്കുക, ശത്രുവിനെതിരെ പോരാടുക, മുമ്പുണ്ടായതുപോലുള്ള സൈനിക വിജയങ്ങൾ, ആ സൈനിക വിജയങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ടാണല്ലോ സേനയ്ക്ക് പൂർണ്ണമായ ചുമതല കൊടുത്തിരിക്കുന്നത്. എപ്പോൾ, എവിടെ വെച്ച്, ഏത് രീതിയിൽ, അതൊക്കെ സേന അതിനുള്ള തീരുമാനങ്ങൾ എടുക്കും. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ, യുദ്ധത്തിലേക്ക് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മളും ആഗ്രഹിക്കുന്നില്ല, ലോകവും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പാകിസ്ഥാന് നല്ല എന്താ പറഞ്ഞ 72-ലൊക്കെ 72 അവർക്ക് കിട്ടിയതുപോലെ അവർ എല്ലാ കാലഘട്ടത്തിലും ഓർമ്മിക്കുന്ന മറുപടി കൊടുത്തുകൊണ്ട് അതിർത്തി ക്രോസ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ആ ഒരു ഘട്ടത്തിലേക്ക് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും ഒരു സൈനിക കാര്യങ്ങളെ കുറിച്ചുള്ള പരിമിതമായ അറിവുകൾ വെച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ആ കാര്യങ്ങൾ അത് വിത്തിൻ 48 അവേഴ്സോ അല്ലെങ്കിൽ വിത്തിൻ 72 അവേഴ്സോ ഉണ്ടാകുമെന്നാണ് എന്നെ പോലുള്ള ആളുകൾ. ഉല്ലാസ് ബാബു, മുൻകാലങ്ങളിൽ എങ്ങനെയാണോ പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയം